ശബ്ദമായി. മധുരം മലയാളം നമ്മുടെ മനസ്സും മലയാളം, മഴയുടെ താളം മലയാളം, മണ്ണിൻ ഗന്ധം മലയാളം. എവിടെയെങ്കിലൊക്കെ പോയില്ലേ? പിന്നെ എങ്ങനെയുണ്ട് മലയാള മധുരം? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും പായസമൊക്കെ കൊടുത്ത് അല്ലേ നമ്മൾ അവരെ സ്വീകരിക്കാറ്. ആ ദിവസം നിങ്ങളൊരു ചെറിയ പണിയാണ്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ വായിക്കുന്ന പുസ്തകമില്ലേ, ആ പുസ്തകം വായിക്കുക. ഒരു പുസ്തകം വായിക്കുക. എന്നിട്ട് ഒന്നാമത്തെ പുസ്തകം വായിച്ചിട്ട് എന്ത് ചെയ്യുക? ആ പുസ്തകത്തെ കുറിച്ച് വായിച്ചപ്പോൾ നിങ്ങൾക്ക് അതിലെ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം നിങ്ങളെ മനസ്സിലുണ്ടാവും. മരത്തിലാണ് താമസിച്ചിരുന്നത്. രാജാവ് മറ്റു രാജ്യങ്ങളുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടു. മഞ്ഞ നിറമുള്ള പൂക്കൾ പൊതുയോഗത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും 2 ഗ്ലാസ് വീതം കൊടുത്തു. കൈ നിറയെ വർണ്ണക്കടലാസിൽ എല്ലാ ചെടികളും ഉണ്ടായിരുന്നു. മോൾക്ക് വീട്ടിൽ നിലനിൽക്കാൻ ഇഷ്ടമേ അല്ല. എപ്പോഴും അവൾക്ക് മുറ്റത്ത് ഓടി കളിക്കണം. കണ്ട് മുട്ടി നദിയുടെ തീരത്ത് ഒരു അനാഥ ബാലൻ കാറ്റിൽ പറന്നു മൈതാനത്തിൽ വീണപ്പോൾ എല്ലാവരും ശരിക്കും ആളുകളെ പോലെയാണ്. മറ്റേ പുസ്തകങ്ങളിൽ പഠിക്കാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര മടിയും ബുദ്ധിമുട്ടൊക്കെയാണ്. ഈ പരിപാടി അവർ സംയുക്ത ഡയറി ആണെങ്കിലും ഈ ബുക്കാണെങ്കിലും അവർ ഇഷ്ടത്തോടെ വായിക്കുന്നുണ്ട്. ചിത്രങ്ങളൊക്കെ ഇഷ്ടത്തോടെ വരയ്ക്കുന്നുണ്ട്. ടീച്ചർമാരുടെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അവരത് സന്തോഷത്തോടു കൂടിയിട്ടാണ് ഏറ്റെടുക്കുന്നത്. ചിത്രം കണ്ടിട്ട് അവർ പറയലായിരുന്നു. അക്ഷരത്തിനൊക്കെ അവർക്ക് ശ്രദ്ധ ഉണ്ടായില്ല. ഇപ്പൊ അത് കൂട്ടുകാരികളോടെ അക്ഷരം വെച്ച് കൈ വെച്ച് വായിച്ചിട്ട് ആ ചിത്രവും അക്ഷരവും കൂടി അവർ കമ്പയർ ചെയ്തിട്ടാണ് ഇപ്പോൾ കഥ പറയുന്നത്. മറ്റുള്ള അക്ഷരങ്ങൾ നോക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്നില്ലായിരുന്നില്ല. എന്ത് ബുക്ക് കിട്ടിയാലും അങ്ങനെയാണല്ലോ. ഈ ഒരു ഇത് വന്ന കാരണം കുട്ടികൾക്ക് നന്നായി വായിക്കാനുള്ള ഒരു കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്ത് ബുക്ക് കിട്ടിയാലും പേപ്പർ കിട്ടിയാലും നല്ല അക്ഷരങ്ങൾ നോക്കി അത് നന്നായി വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് പിന്നെ മലയാളത്തിൽ കുറച്ച് ബാക്കിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന ടീച്ചറുടെ നല്ല പ്രോത്സാഹനമാണ്. അതാണ് ഏറ്റവും കൂടുതൽ ടീച്ചറുടെ. പിന്നെ ഒറ്റ കഥ എഴുതാൻ തുടങ്ങി. കൂട്ടാൻ പ്രോഗ്രാം വന്നതോടെ മക്കൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടാണ്. അക്ഷരങ്ങളൊന്നും ആദ്യം അറിയുന്നില്ല. അവർക്ക് കിട്ടിയ പുസ്തകം എന്തായാലും ചില വാക്കുകളൊന്നും അർത്ഥം അവർക്ക് അറിയില്ലെങ്കിലും അവരത് ചോദിച്ച് അവർക്ക് വായിക്കാനുള്ളൊരു നല്ല താല്പര്യം വന്നിട്ടുണ്ട്. ഈ പ്രവർത്തനം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയം തന്നെയാണ്. പിന്നെ സ്കൂൾ തുറന്ന സ്കൂളിൽ പോവുക. അപ്പോഴാണ് പിന്നെ അപ്പോൾ കുട്ടികൾക്ക് ഒന്നും ആദ്യം മുതലേ തുടങ്ങണം. എല്ലാം ആദ്യം ഒന്നും വായിക്കാൻ കിട്ടാതെ എങ്ങനെ. പക്ഷെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായ കാരണം കുട്ടികൾ നന്നായിട്ട് ഇപ്പോൾ ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സ്കൂൾ തുറന്നാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. പഠിക്കണം, എല്ലാവരും കൂടി ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വന്നിട്ടും നമ്മുടെ പട്ടാമ്പിയെ അവർ എടുത്തു പറയുകയും നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവർ എടുത്തു പറയുകയും ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്ലസ്റ്ററിൽ ഞാൻ പറയുന്നത് എല്ലാ ടീച്ചേഴ്സിനും ഒരുപോലെയാണ്. പക്ഷെ അത് ടീച്ചേഴ്സ് എടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, അതിൽ പ്രത്യേകം ഈ ടീച്ചേഴ്സിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് എൻ്റെ കൂട്ടുകാർക്കും എല്ലാ ടീച്ചർമാർക്കും നന്ദി.